ചേച്ചി ഏതാ ഇവര്? ഞങ്ങൾ വരുന്ന വഴി വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് കിട്ടിയതാ. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാര് വണ്ടി കൈകാട്ടി നിർത്തി. ഈ സ്ത്രീ രാവിലെ മുതൽ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പ്രതാപൻ സാറിനോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അമ്മയുടെ വീട് എവിടെയാ? കഞ്ഞിക്കുഴി. ഞാനും എന്റെ മോനും കൂടെ ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാ. തൊഴുത് കഴിഞ്ഞിറങ്ങിയപ്പോ അവനെ കാണാനില്ല. എന്റെ മോനില്ലാതെ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. മോന് എത്ര വയസ്സുണ്ട്? 10-35 വയസ്സുണ്ട്. അവന് വഴി അറിയത്തില്ല. വഴി തെറ്റി അവൻ എവിടെയോ അലയുക. സെബാസ്റ്റ്യ, എന്റെ മോനെ പ്രതാപ് സാറേ, ഇന്നലെ രാത്രിയിൽ എങ്ങാണ്ട് വന്ന് വെയിറ്റിംഗ് ഷെഡിൽ കിടന്നതാ. അങ്ങനെയുള്ളവരെ കൊണ്ടുപോകേണ്ട ഏതെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലാ. ഇതേ പോലീസ് സ്റ്റേഷനാ, അല്ല ചാരിറ്റി സെന്റർ അല്ല. ആരാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നത് അവര് തന്നെ ഇവരെ ഒഴിവാക്കണം. തലയ്ക്ക് വെളിവില്ലാത്ത എനിക്ക് പിടിച്ചോണ്ട് വന്നോളൂ. ഞാൻ തിരിച്ചു വരുമ്പോ ഇവരെ കണ്ടുപോരുന്നു, കേട്ടല്ലോ? അയ്യോ, നോക്കി നിൽക്കതേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്താ സെബാസ്റ്റ്യ? പ്രതാപൻ സാറ് പറഞ്ഞ പോലെ വഴി കിടന്ന ഒരു വയ്യാവേലി ആലീസ് എടുത്ത് തോളിൽ വെച്ചത്. ആ തള്ളയുടെ ആശുപത്രി ചെലവിന് നല്ല കാശാവുന്നുണ്ട്. ഞാൻ തോളെ വെച്ചതല്ല, സെബാസ്റ്റ്യനും കൂടിയല്ലേ ഇവരെ വണ്ടി കയറ്റിയത് എന്ന് പറഞ്ഞ ആലീസ് പറഞ്ഞു. ഞാൻ അതങ്ങ് അനുസരിച്ചു. സ്റ്റേഷനിൽ തളർന്നു കൊണ്ടപ്പോ ഞാനൊന്ന് ആശുപത്രി കൊണ്ടുപോയി. സ്കാനിങ്ങിന് മരുന്നും കൂടി 3000 രൂപ ആയിട്ടുണ്ട്. നോക്ക്. എന്താ സെബാസ്റ്റ്യ? ആ അമ്മയുടെ ആശുപത്രി ബില്ല്. ഏതമ്മയുടെ? അന്ന് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ, ആ അമ്മ. എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് എന്റെ 3000 രൂപ തിരിച്ചു കിട്ടണം. ആലീസ് പറഞ്ഞിട്ടാ ഞാൻ ഒരു ആശുപത്രി കൊണ്ടുപോയത്. സെബാസ്റ്റ്യന്റെ അമ്മയാണെന്ന് കരുതിയാ മതി. അങ്ങനെ കരുതാനേ എനിക്കൊരു അമ്മയുണ്ട്. ഈ അമ്മ നിങ്ങൾ തന്നെ എടുത്തോ. ആലിസേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വഴി കിട്ടിയനെ വഴി തന്നെ കളയാൻ. അപ്പോഴല്ലേ അവർ തല കറങ്ങി വീണത്. ഒന്നുമില്ലേലും പ്രായമായൊരു സ്ത്രീയല്ലേ പ്രതാപേട്ട. മാനുഷിക പരിഗണനയൊന്നുമില്ല. എങ്കിൽ പോയി ശുശ്രൂഷിക്കേ. ആലീസിനെ ആ സ്ത്രീ അന്വേഷിച്ചു. എങ്കിൽ വേഗം ഒരുങ്ങി പോ. ചെല്ല്. പ്രതാപേട്ട, നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെങ്കിലോ? നമ്മുടെ ഏതമ്മയ്ക്ക്? നിന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല, കാരണം അവര് മരിച്ചു പോയല്ലോ. പിന്നെ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അത് എന്നെ വീട്ടിൽ നിന്ന് നിഷ്കരണം ഇറക്കി വിട്ടതിന് ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണെന്ന് കരുതും. നല്ല തങ്കപ്പെട്ട മകൻ. ഈ 3000 രൂപയുടെ കാര്യത്തിലൊരു തീരുമാനം പറ. ഇതിന് തീരുമാനം ഉണ്ടാക്കേണ്ടത് ഞാനല്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അനാഥരെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഈ തെരേസ പുണ്യവതിയാണ്. നോക്കണ്ട, ഈ ചാരിറ്റിക്ക് എന്റെ കയ്യിൽ നിന്നും ഒരൊറ്റ രൂപ കിട്ടില്ല. ഭാര്യ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഭർത്താവിന്റെ കടമയല്ലേ? സഹപ്രവർത്തകയുടെ പുണ്യപ്രവൃത്തിക്ക് സഹപ്രവർത്തകനും പ്രോത്സാഹിപ്പിക്കാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, 3000 രൂപ രണ്ടുപേരും കൂടെ കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ ഈ വഴി കിടന്ന വയ്യാവേലി എടുത്തോണ്ട് വന്നത്. സർ, ഇനി ഒരു കാര്യം കൂടി, ഇപ്പോഴെങ്കിലും കൈ ഒഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ചെലവ് ഇനിയും കൂടും. ആലീസേ, ഞാൻ വൈഫിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ കാശ. അതിന്ന് വൈകിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കുടുംബകലം ഉണ്ടാവും. ഈ കാശ് ഞാൻ തന്നാ. പക്ഷേ അവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകും മുമ്പേ അവരുടെ ബന്ധുക്കളെ കണ്ടുപിടിക്കണം. അവരുടെ ഫോട്ടോ വെച്ച് ഇന്ന് തന്നെ പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? പിന്നെ ഇല്ലേ, ഇവരുമായി ബന്ധവും പരിചയമുള്ള ആരെങ്കിലും വിളിക്കാതിരിക്കൂല. എനിക്ക് പിന്നെ ആ വഴി തന്നെ നോക്കാം. ആ ജാനമ്മയുടെ കാര്യം എന്തായി ചേച്ചി? എന്താവാൻ, ഹോസ്പിറ്റലിൽ നിന്ന് നാളെ ഡിസ്ചാർജ് ആവും. അവർക്ക് എന്റെ കൂടെ തന്നെ പോരണമെന്ന് ഒരേ നിർബന്ധം. ആ അമ്മയുടെ മോനെ ഞാൻ കസ്റ്റഡി വെച്ചിരിക്കാന്നാ പറയുന്നത്. അങ്ങനെ ഒരു മകൻ ഏതാ? പ്രതാപേട്ടനാണല്ലോ അവരുടെ സങ്കല്പത്തിലെ മകൻ. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടും ആരും വന്നില്ല.
എങ്കിൽ പിന്നെ വീട്ടിൽ കൊണ്ടുപോയി 2 ദിവസം നിർത്തിയേക്ക് ചേച്ചി. നിങ്ങൾക്കൊരു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി കിട്ടും. എനിക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ പ്രതാപേട്ട അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അതെ, സബീനയ്ക്ക് ജാനമ്മ വീട്ടിൽ കൊണ്ടുപോവോ? 2-3 ദിവസത്തേക്ക്. അയ്യോ ചേച്ചി, ഇപ്പൊ തന്നെ അവിടെ 5-8 അംഗങ്ങളുണ്ടേ. ആ കൂടെ ആവുമ്പം കളിയും ചിരി വർത്താനൊക്കെ ആയിട്ട് ജാനമ്മയും ഇരുന്നോളും. അങ്ങനെ ഇരുന്ന് പോയാലെന്ന് പേടിച്ചിട്ടാ. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത സ്ത്രീയല്ലേ. വീട്ടിൽ ആരെങ്കിലും ഉപദ്രവിച്ച അത് മതി പിന്നെ വർഗീയ ലഹളയുണ്ടാകാൻ. ആലിസേ, നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയ സ്ത്രീയുടെ കവറായത്. ഇതെന്താ? ഇത് മകന്റെ ഫോട്ടോയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ ചേച്ചി. കാണാൻ തരക്കേടില്ല. കാരുണ്യ ലോട്ടറി. ഇത് പുരുഷോത്തമൻ സാർ എടുത്തോ. ലോട്ടറി അടിച്ചോ പുരുഷോത്തമ സാറേ? ഇത് ഇന്നലത്തെ നറുക്കെടുപ്പിന്റെ. നോക്കട്ടെ. അപ്പൊ ഇന്നത്തെ പത്രത്തിൽ ഫലം കാണും. അപ്പൊ ഇതൊന്ന് നോക്കാം. 100 രൂപ കിട്ടുവാണെങ്കിൽ അതുകൂടെ കൊടുത്ത് ലോട്ടറി എടുക്കാമല്ലോ. ഞാൻ പത്രം എടുത്തോണ്ട് വരാം. പോയിട്ടോ. ആലിസേ, ആ സ്ത്രീക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ അങ്ങനെ ആരും ഇല്ലെന്നാ തോന്നുന്നു. അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? നറുക്കെടുപ്പ് കഴിഞ്ഞ് ലോട്ടറി പോലെ ആയിപ്പോയ ആ സ്ത്രീയുടെ അവസ്ഥ. പിരി അഴിഞ്ഞതുകൊണ്ട് ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയതായിരിക്കും. ടിക്കറ്റ് ഭാഗ്യം. 1 സമ്മാനമില്ല. സബാസ്യ, ഈ നമ്പർ വായിച്ചേ. നോക്കിക്കോ. 36 37 97 48. ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടെ വായിക്കും സബാസ്യ. 36 97 48. സബാസ്യ, ഇത് 2 സമ്മാനമാ. എത്ര ലക്ഷം? 20 ലക്ഷം രൂപ. 20 ലക്ഷം. ആലിസേ, എന്റെ ലോട്ടറിക്ക് 20 ലക്ഷം രൂപ സമ്മാനം. അതങ്ങനെ പുരുഷോത്തമ സാറിന്റെ ലോട്ടറി ആവും. ആലിസല്ലേ എനിക്ക് ആ ടിക്കറ്റ് തന്നത്? അതിനത് എന്റെ അല്ലല്ലോ, ജാനമ്മയുടെ ലോട്ടറി അല്ലേ. അവരിതൊന്നും അറിയാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാം. ശരിയാ ചേച്ചി. ടാക്സും കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും 2-3 ലക്ഷം രൂപ എടുക്കാൻ കിട്ടും. അയ്യടാ, അങ്ങനെ ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. ഇതിന്റെ യഥാർത്ഥ അവകാശം ജാനമ്മയാ. അവര് ആർക്ക് വേണമെങ്കിലും കൊടുത്തോട്ടെ. ദുഃഖത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു സന്തോഷം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ അവരെ തേടി എത്തിയ സന്തോഷമായിരിക്കും ഈ സമ്മാനം. ഏതായാലും പ്രതാപേട്ടനോടൊന്നും പറയാം. നമുക്കിത് എടുക്കായിരുന്നു. വേണ്ടെന്നേ. അതും അങ്ങനെ ഒരു നിമിഷം കൊണ്ട് വീണ്ടും പിച്ചക്കാരനായി. ആ പിരിയിളയ തള്ള ഏറ്റെടുത്ത വേഗം ലക്ഷ്യപ്രഭുവാകാം. വീട്ടിൽ മതി. പ്രതാപൻ സാറേ, ഞാൻ ആശുപത്രിയിലാക്കിയില്ലേ ആ ജാനമ്മ. അവരിപ്പോ ആരാണെന്നറിയാമോ? നിർത്തിക്കോ ആലിസേ, ഇനി ആ തള്ളയുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോരുത്. അതല്ല സാറേ, ഞാനത് പറയട്ടെ. അവരിപ്പോ ആരാണെങ്കിലും ഇനി ആ പേരിൽ 50 രൂപ പോയിട്ട് 50 പൈസ പോലും ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചെലവാക്കണ്ട. ഇനി ഇങ്ങോട്ടാ കിട്ടാൻ പോകുന്നേ. അങ്ങോട്ടോ? ആ അമ്മയ്ക്ക് കാരുണ്യ ലോട്ടറിയുടെ 2 സമ്മാനം 20 ലക്ഷം അടിച്ചു. സത്യമാണ് സാറേ. ഇന്നത്തെ പത്രത്തിൽ നറുക്കെടുപ്പിന്റെ ഫലമുണ്ട്. ആ സ്ത്രീയുടെ ഭാഗവത്തിരുന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. അപ്പൊ നാളെ ഭാഗ്യം അടിച്ചിരിക്കുന്നത്. അടിച്ചു അല്ലേ? അല്ല, അതിപ്പോ ഈ സ്റ്റേഷനിൽ നിന്ന് ഒരു ലോട്ടറി കിട്ടിയാൽ അതിന്റെ അവകാശി ആരാ? അതിപ്പോ എവിടുന്ന് കിട്ടിയാലും ഇത് അവർക്കുള്ളതല്ലേ. 20 ലക്ഷത്തിന്റെ അവകാശവും അവര് തന്നെയാ. സാർ, ഇപ്പൊ തന്നെ അമ്മക്ക് അമ്മയെ കാണാൻ ആശുപത്രി പോയല്ലോ സാർ. സ്വന്തമായിട്ടൊരു അമ്മയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇത്രയും ദിവസം തള്ളയായിരുന്നല്ലോ, ഇപ്പൊ എന്താ പെട്ടെന്ന് അങ്ങ് അമ്മയായത്?
ആ അതാണല്ലോ പണത്തിന്റെ ഒരു ശക്തി. ഏ, ഏ, ഏ. പണം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല പ്രായമായ ഒരു സ്ത്രീയോട് നമ്മൾ പരിഗണന കാണിക്കേണ്ടത്. എന്തോ സെബാസ്റ്റ്യ, സർ, ലക്ഷപ്രഭുവായ ഒരു സ്ത്രീയെ അനാഥയെ പോലെ ആശുപത്രി വരാന്തയിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ആ പുരുഷോത്തമ സാർ, പത്രക്കാരെ വിവരം അറിയിക്കും. അനാഥയായ അമ്മയ്ക്ക് കാരുണ്യ സ്പർശം. കഴിഞ്ഞ 3 ദിവസമായി തച്ചങ്കോട് SI പ്രതാപചന്ദ്രന്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന അമ്മയ്ക്കാണ് ലോട്ടറി അടിച്ചത്. ആലിസേ, വരൂ, നമുക്ക് അമ്മയെ വിളിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോകാം. വരൂ. അതിന് അമ്മ നാളെ ഡിസ്ചാർജ് ചെയ്യൂ. മതി, നമ്മളിപ്പോ പോയി അമ്മയെ കാണുന്നു. സെബാസ്റ്റ്യ സർ, വേഗം ഒരു ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്യൂ. SI പ്രതാപചന്ദ്രനോടൊപ്പം ആശുപത്രി കിടക്കയിൽ ഇരിക്കുന്ന പടം വേണം നാളത്തെ പത്രത്തിൽ വരാൻ. ആലിസേ, ആലിസേ, കഴിഞ്ഞ ദിവസത്തെ ആശുപത്രി ബില്ല് എത്രയായിരുന്നു? 3000. ആ, ഞാൻ അന്ന് ഇത്തിരി മൂഡ് ഓഫ് ആയിരുന്നു, അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒന്നുമില്ലെങ്കിലും വയസ്സായ ഒരു അമ്മയില്ലേ, അവരെ നോക്കേണ്ട കടമ നമുക്കല്ലേ. മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒന്നില്ലേ. ഇതാ പിടിക്കും 3000. ഈ 500 അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം കേട്ടോ. വരൂ, നോക്കി നിൽക്കാതെ വരൂ, എനിക്ക് അമ്മയെ കാണാൻ തിടുക്കുവായി. വരൂ. അയ്യോ, പ്രതാപൻ സാർ ഇത്ര പെട്ടെന്ന് മനം മാറിയോ? പണത്തിന് മീതെ പരുന്തും പറക്കില്ല. വേദനിപ്പിക്കാതെ പിടിച്ചിറക്ക്. വാമേ. ഇത് എന്റെ വീടല്ലല്ലോ. ഇത് അമ്മയുടെ വീട് തന്നെ. വാ. നീ ഏതാ? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാ അമ്മയുടെ മോൻ. അന്ന് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞില്ലേ, ആ മോൻ. നീ എന്റെ മോനല്ല, അവന് കാക്കച്ചുണ്ട് പോലത്തെ മൂക്കാ. പിന്നെ എപ്പോഴും കണ്ണും ചിമ്മിയിരിക്കും. ഇത്രയും കളറും ഇല്ല. നീ സുന്ദരനല്ലേ? നീ അല്ല എന്റെ മോൻ. ഇവൻ ഏതാടി? ഇത് ആരാണെന്ന് ഓർത്താ? ഇവളോ? ഇവളല്ലേ എന്റെ മോന്റെ ഭാര്യ, എന്റെ മരുമോള്. സാറേ, പണി പാളി. ഇനിയിപ്പോ മോനാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഒരു ശ്രമം കൂടെ നടത്തി പോയിട്ടോ. അമ്മേ, അമ്മ കുറെ നാളായില്ലേ എന്നെ കണ്ടിട്ട്. അതിനിടയ്ക്ക് ഞാൻ സുന്ദരനായ അമ്മേ. ആണോടി? പറ. കാക്ക കുളിച്ചാ കൊക്കാകൂ? നല്ല തിളച്ച വെള്ളത്തിൽ കുളിച്ചാൽ. നീ ആരാടാ? പോലീസാ. നിന്നെയൊക്കെ പോലീസിലെടുത്തവരെ വേണം തല്ലാൻ. തോന്നേ, നീ പോയാ ലോട്ടറി എടുത്തുണ്ടോ? മനസ്സ് മാറി എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതിന് മുമ്പ് ലോട്ടറി ഒപ്പിട്ട് ബാങ്കിൽ കൊടുക്കാം. നീ എങ്ങനെയാടാ ഇത്രയും വെളുത്തെ? സ്ഥിരമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഉണ്ടാക്കിയെടുത്ത വെളുപ്പ. നേരത്തെ നിന്റെ പെണ്ണുമ്പിള്ളക്കായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഷോക്കേട്. അത് നിനക്കും തുടങ്ങിയോ? വാ വാ വാ. അമ്മേ, ഇതിലോട്ടൊന്ന് ഒപ്പിട്ടെ. ഇതെന്താടാ മോനെ? ഇതൊരു ചടങ്ങാ. എന്റെ വസ്തുവകളൊക്കെ എഴുതി വാങ്ങാനാണോ? അവനും വസ്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ ഏക്കർ കണക്കിന് ഭൂമി, കന്നുകാലികള്. ആ, അതൊക്കെ ഉണ്ട്, എനിക്കറിയാം. അമ്മ ഒപ്പിട്ടെ. ഇവിടെ ഒപ്പിടെ. ഇവരുടെ ഒരു പേരെഴുതി എന്റെ കെയർ ഓഫും വെച്ച് ഇതുകൊണ്ട് ബാങ്കിൽ കൊടുത്തിട്ട് വച്ചല്ലേ. ആലിസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ അമ്മ അകത്തേക്ക് വിളിച്ചോണ്ട് എന്തെങ്കിലും വയറും നിറച്ച് കൊടുക്ക്. അമ്മ കേറുവാ. അമ്മ ചെല്ലു അമ്മേ. ഓ, വല്ല കഴിക്ക്. അമ്മ ക്ഷീണിച്ചു. നോക്കിയെടുക്കണോ? ആളെ നിൽക്കുന്നുണ്ട്. പുരുഷോത്തം സാറേ, വലിയൊരു അത്ഭുതം സംഭവിച്ചു സാർ. അത്ഭുതോ? എന്ത് പറ്റി? പ്രതാപ സാറും ആലീസും കൂടി ചേർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ജാനമ്മയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ, ഇതിലെന്താണ് ഇത്ര അത്ഭുതം? പക്ഷെ ജാനമ്മയുടെ വീട് ആരെങ്ങനെ കണ്ടുപിടിച്ചു? ജാനമ്മയുടെ വീട്ടിലേക്കല്ല, പ്രതാപ സാറിന്റെ വീട്ടിലേക്കാ കൊണ്ടുപോയത്. അതൊരു അത്ഭുതമല്ലേ? ആ അമ്മയെ ആലീസ് ഇവിടെ കൊണ്ടുവന്നപ്പോ എന്തായിരുന്നു പ്രതാപ സാറിന്റെ ബഹളം? 20 ലക്ഷത്തിന്റെ ലോട്ടറിയുടെ ശക്തിയാ. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. പയ്യെ പയ്യെ വീട്ടിലെ ദാരിദ്ര്യമൊക്കെ പറഞ്ഞ് 1 ലക്ഷം രൂപയെങ്കിലും ഒന്ന് അടിച്ചെടുക്കാമായിരുന്നു. എന്നോട് ആലീസ് പറഞ്ഞതാ ഒരു 2 ദിവസത്തേക്ക് അവരെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ. അന്ന് അതങ്ങ് സമ്മതിച്ചിരുന്നെങ്കിൽ
ഒരു 5 ലക്ഷമെങ്കിലും കയ്യിൽ വന്നേനെ. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരിച്ചു കിട്ടത്തില്ലല്ലോ. അവരെ പറഞ്ഞു മയക്കി പ്രതാപ സാറും ആദിസും കൂടി ചേർന്ന് മുഴുവൻ തുകയും കൈക്കലാക്കുന്നതിന് മുമ്പ് അതിന്നൊരു തുക നമുക്ക് കിട്ടാൻ എന്താണ് മാർഗം? നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അമ്മയെ കാണാൻ പോയി നോക്കാം. ഇന്ന് ആശുപത്രിയിൽ നിന്ന് അങ്ങ് ചെന്നല്ലേ ഉള്ളൂ. നമുക്ക് ആദിസ് മാത്രം ഉള്ള നേരം നോക്കി നാളെ പോകാം. എന്തെങ്കിലും കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയും. അമ്മ എന്തെടുക്കുന്നു? അമ്മയെന്ന് പറയുമ്പോ തേനൊലിക്കുമല്ലേ. ഇതിന്റെ 10-1 സ്നേഹമെങ്കിലും സ്വന്തം അമ്മയോട് കാണിച്ചിരുന്നെങ്കിലോ? ഒരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ ആ വീട്ടിൽ നിന്ന് എന്നെ നിഷ്കരുണം ഇറക്കി വിട്ട ആ അമ്മയെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? അതുപോലാണ് ഈ അമ്മ. ഐശ്വര്യമായിട്ടല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ആശുപത്രി ബില്ല് മൊത്തം ഞാൻ കൊടുത്തേ. അമ്മ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. പക്ഷേ അവര് കഴിക്കുന്ന രീതി വെച്ചേ 2 ദിവസം കൊണ്ട് അടുക്കള പൂട്ടും. എന്നാ മുടിഞ്ഞ തീറ്റയാന്നേ. അങ്ങനെ പറയാതെ. അവര് കേൾക്കും, അവര് കഴിക്കട്ടെ. ഭക്ഷണം കൊടുത്തില്ലേ നമുക്ക് ഒരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റും. അവരെ കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നാ നമ്മള് രക്ഷപ്പെട്ടേനെ. അവര് ഈ വീടിന്റെ ഐശ്വര്യമായിട്ട് കുറച്ചു ദിവസം ഇവിടെ താമസിക്കട്ടെ. പ്രതാപേട്ടൻ അവരുടെ കാര്യമൊക്കെ നോക്കൂ. എനിക്കതൊന്നും ശീലമില്ലല്ലോ. എനിക്കാണ് ഒട്ടും നോക്കി ശീലമില്ല. ആലിസേ, നീയല്ലേ ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത്? അത് വീട്ടിൽ കൊണ്ടുവന്ന് സ്നേഹിക്കുന്ന കാര്യമല്ല. ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. അപ്പൊ പ്രതാപേട്ടനായിരുന്നല്ലോ നിർബന്ധം ഇങ്ങോട്ട് എന്നെ കൊണ്ടുവരണമെന്ന്. അത് പിന്നെ ആ ലോട്ടറി തുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അവർക്കൊരു കെയറിംഗ് വേണം. കൊള്ളാം. ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ അവർക്ക് കുറേശ്ശെ ബോധം തെളിഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നെ മോനായിട്ട് അവർ അത്രയ്ക്കങ്ങ് വിശ്വസിക്കുന്നില്ല. പക്ഷേ നീ മരുമോളാണെന്ന് തന്നെ അവരുടെ വിശ്വാസം. ഒടുവിൽ അവരുടെ കൂടെ ഞാൻ പോവേണ്ടി വരുമോ? കൊല്ലും ഞാൻ നിന്നെ. നീ നയത്തിൽ നിന്ന് അവരെ കൊണ്ട് ലോട്ടറി തുക ആർക്കൊക്കെ കൊടുക്കണം എന്ന കാര്യത്തിൽ ഒരു തീർച്ച ഉണ്ടാകും. നീ അമ്മയുടെ കാര്യം നോക്ക്. ഇതാരാണ് ഞാൻ നോക്കാം. പ്രതാപൻ സാർ, യെസ്, ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. അപ്പോഴേ എവിടെയാണെന്ന് അറിഞ്ഞത്. എന്താ കാര്യം? സാർ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ജാനമ്മയുടെ മോനാ ഞാൻ, കൃഷ്ണകുമാർ. ഇന്ന് രാവിലെ പത്രത്തിൽ ഫോട്ടോ ഉണ്ടത്. അപ്പോഴേ അവിടെ തിരിച്ചു. അപ്പൊ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമ്മയെ തൊഴാൻ കൊണ്ടുവന്നിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ മോനാ അല്ലേ നീ? സത്യമായിട്ടും അമ്മയെ കാണാതായതാ. ഞാൻ ഒരുപാട് അന്വേഷിച്ചതാ. അമ്മ തനിയെ തിരിച്ചു പോയി കാണുമെന്ന് കരുതിയാ ഞാൻ പരാതി കൊടുക്കാതിരുന്നത്. അമ്മയ്ക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് വീട് വിട്ട് പോയി കഴിഞ്ഞാൽ സാധാരണ 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാറുള്ളവര്. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല നീ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് എനിക്കറിയാം. ഇപ്പൊ 20 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് കേട്ടിട്ട് അന്വേഷിച്ച് വന്നിരിക്കുക. എടോ, എന്നും വായിക്കുന്ന ഭാഗവതത്തിൽ നിന്റെ ഫോട്ടോയും സൂക്ഷിച്ച് നടക്കുന്ന ആളാ ആ അമ്മ. ആ അമ്മയൊക്കെ എങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നിയിടോ? അത് എന്റെ ഭാര്യ അമ്മയായിട്ട് ചേരില്ല സാറേ. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ മനോദലേറ്റും. അവര് തമ്മിൽ അടിയാവും. വീട്ടിൽ കിടന്ന് നിത്യം വഴക്കുണ്ടാകും. രണ്ടിലൊരാൾ ചത്തുവിടുന്ന് എഴുതിയപ്പോഴാ ഞാൻ അമ്മയെ കൊണ്ട് തീർത്ഥാടനത്തിന് ഇറങ്ങിയത്. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിന്റെ കൂടെ അവരെ ഞങ്ങൾ വിടുന്നില്ല. ഇപ്പൊ അവർക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള കാശ് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ബാങ്കിൽ ഇട്ടേക്കാം. അങ്ങനെ പറയല്ലേ സാറേ. എന്റെ ഭാര്യ നിർബന്ധിച്ചിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അവൾക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമാണ്. വഴക്കുണ്ടാക്കാൻ അമ്മയില്ലാത്തതുകൊണ്ട് ഒരു ഊർജ്ജസ്വലത ഇല്ലെന്ന് അവള് പറയുന്നത്. അവരുടെ മോന രക്ഷപ്പെട്ടു. കൂട്ടിക്കൊണ്ടു പോകാൻ ഒരാളെത്തിയല്ലോ. എന്താ അവന് കാശ് എടുത്തോണ്ട് വന്നവനാ. അതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്ന? അവരെ അമ്മയും മോനും അവരെന്ത് വേണേ ചെയ്തോട്ടെ. 20 ലക്ഷത്തിന് ഒരു 5 ലക്ഷം രൂപയെങ്കിലും നമ്മൾ എടുത്തില്ലെങ്കിൽ മുതലാവത്തില്ല. സാർ, എന്റെ അമ്മ ഇത്രയും ദിവസം കാര്യം സംരക്ഷിച്ചതിന് നന്ദിയുണ്ട് സാർ. നന്ദി മാത്രം പോരാ, ഇവർക്ക് വേണ്ടി ചെലവായ കാശിനും ഒരു തീരുമാനം ഉണ്ടാവണം. ലോട്ടറിയുടെ പണം കിട്ടുമ്പോ സാറിന് ചെലവായതിന്റെ 10 ഇരട്ടി ഞാൻ തിരിച്ചു തന്നേക്കാം. മോനെ, നീ വന്നത് ഏതായാലും നന്നായി. ഇവൻ എന്റെ മോനാണെന്നും പറഞ്ഞു വന്നിരിക്കുക. ഇവളുണ്ടല്ലോ, നീ ഇല്ലാത്ത നേരം നോക്കി ഇവനോട് വലിയ ലോഹ്യമായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോ നീ ചോദിക്കണം, നീ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ പോകാം.
സാറേ സംഗതികളായി. ഏ? ഇത് 2ാം സമ്മാനം അടിച്ച ലോട്ടറി അല്ല. നമ്പർ ഇതായിരുന്നല്ലോ. നമ്പർ ഇപ്പോഴും ശരി തന്നെ, പക്ഷെ സീരിയൽ നമ്പർ മാറിപ്പോയി.